മഹാന്മാർ മരണസമയത്ത് വരും. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ഹാലിറായ സാലിഹീങ്ങളുടെ ചാരത്ത് വരും. അവരെ സ്നേഹിച്ച ആത്മീയമായ റൂഹുകൾ വരും. CM മടവൂരിനോടാണോ നമുക്ക് സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? കാരണം ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയുടെ ഒരു ഭാഗമാണേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അനുസരണം, അവിടുന്ന് ആദരിക്കൽ, ബഹുമാനിക്കൽ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് മരിക്കാൻ എന്ത് പറഞ്ഞിട്ടില്ല? ഇസ്ലാം പറഞ്ഞിട്ടില്ല. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ഓൻ സ്വർഗ്ഗത്തിൽ പോകും എന്നല്ല പറഞ്ഞത്. അതല്ലാതെ അവസാനത്തെ വാചകം CMA എന്നായാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അവസാന വാചകം മൊഹീദ്ദീൻ ശൈഖ് എന്നായാൽ സ്വർഗ്ഗത്തിൽ പോകുന്ന റസൂൽ പറഞ്ഞിട്ടില്ല. അവസാന വാചകം യാ സയ്യിദി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിളിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു ആകണം അവൻ്റെ അവസാനത്തെ വാചകം എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ, ആ മരണം നന്നാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മഹാന്മാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ നമ്മെ മരണനേരത്ത് സഹായിക്കാനെത്തും. അപ്പോൾ ഒരു സംസ്ഥയുടെ കുറേ ഒരു പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ മരിക്കുന്ന ആ സമയത്ത് പോലും അവരുടെ വിശ്വാസത്തെയും അവരുടെ ആദർശത്തെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുക എപ്പോഴും. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കേട്ടിട്ട് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് കടക്കാം. ഖുതുബുൽ ആലം CM വലിയുല്ലാഹി അവരെ സ്നേഹിച്ചാൽ മരണസമയത്ത് അവർ നമ്മളെ സഹായിക്കാൻ വരും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച പ്രാർത്ഥന കണ്ടില്ലേ? വതവഫനാ മഅൽ അബ്റാർ. മഹാന്മാരുടെ കൂടെ മരിക്കണം. മഹാന്മാർ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു അപകടം ഉണ്ടായി മരിക്കണം എന്നാണോ? അങ്ങനെ ഒരിക്കലും ദ്വാരക്കാൻ പാടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മഹാന്മാരുടെ കൂടെ മരിക്കല്? മഹാന്മാർ മരണസമയത്ത് വരും. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ഹാലിറായ സാലിഹീങ്ങളുടെ ചാരത്ത് വരും. അവരെ സ്നേഹിച്ച ആത്മീയമായ റൂഹുകൾ വരും. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കണം എന്താ വെച്ചാൽ, നമ്മൾ മഹാന്മാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ മരിക്കുന്ന സമയത്ത് അവരൊന്ന് സഹായിക്കും, അവർ നമ്മളെ കൈപിടിക്കും എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇത്തരം ഒരു സംസാരത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? ഇവിടെ നമ്മൾ ഈ വിഷയത്തിൻ്റെ തുടക്കത്തേക്ക് വന്ന ഇത് പറഞ്ഞാൽ മരിക്കുന്ന നേരത്തും ചൂഷണമാണല്ലോ ഇതിന് നമുക്ക് മനസ്സിലാണ്. ശരിക്കും പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കേട്ട പോലെ മരണവേളയും, അതേപോലെ മരണശേഷവും, ഈ 3 ഘട്ടങ്ങളും എത്രത്തോളം ചൂഷണത്തിന് വിധേയമാക്കാൻ പറ്റുമോ ആ അജണ്ട ഒരുക്കി നടക്കുന്നവരാണ് ആര്? പുരോഹിതന്മാർ. ഇനിയിപ്പോൾ ഒരാൾ മരിച്ചു എന്ന് വെക്കുക, മരിച്ച നിമിഷം മുതൽ എന്തെന്നെയാണ്? തട്ടിപ്പിൻ്റെ ഒരു ഘോഷയാത്രയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളുകളെ മരിച്ചു കിട്ടാൻ അതെ, കാസർഗോഡ് ഒരു പിന്നെ മരിച്ചപ്പോഴേ അതിനിപ്പോൾ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഈ മറവ് ചെയ്ത് കഴിഞ്ഞാലും ഇത് അവസാനിക്കൂല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണിപ്പോൾ ഈ മഹാന്മാരെ മരണശേഷം അവരെ കാവൽ കിട്ടുക, രക്ഷ കിട്ടുക എന്നുള്ള ഈ ഒരു വർത്താനം, അത് അവരുടെ ഒരു ആശയതലമാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ വേറൊരു അപകടകരമായ കാര്യം എന്താ വെച്ചാൽ, CM മടവൂരിനെ സ്നേഹിച്ചാൽ എന്നാണ് പറയണത്. CM മടവൂരിനെ സ്നേഹിച്ചാൽ മൂപ്പര് വരുന്നതാണ് പറയണത്. ഇപ്പോൾ സമസ്തയുടെ ഏറ്റവും പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ സുന്നി വോയിസിൽ അവരിപ്പോൾ 2 മാസം മുമ്പ് അവർ എഴുതി വെച്ചതാണ്. പിന്നെ ഈ മൂപ്പര് ഭ്രാന്ത് പിടിച്ച ആളായിരുന്നല്ലോ. അപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ പിന്നെ നിസ്കാരമില്ല, നോമ്പില്ല, നോമ്പെടുത്തവരെ കൊണ്ട് മുറിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ചർച്ചയായി ഇവിടെ. അപ്പോൾ ചർച്ചയായപ്പോൾ ഇനി അവസാനം പറയല്ല, നിർവാഹമല്ല, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജദുവിൻ്റെ ഹാലിലാണ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ നമ്മളതന്നെ പറഞ്ഞു, ഭ്രാന്തന്മാരെ പിടിച്ച് എന്ത് ചെയ്യരുത്. അവർ ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുകളും, അതേപോലെ തന്നെ പിന്നെ ലോഹ് കാണുന്നവരും ഇങ്ങനെ. അപ്പോൾ അയാളെ മരിക്കുന്ന നേരത്ത് വിളിക്കണം എന്നുള്ള ആശയമാണ് സമസ്തക്കുള്ളത്. ഏതായാലും ഇത് കേൾക്കുന്ന സാധാരണക്കാർ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. CM മടവൂരിനോടാണോ നമുക്ക് സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? കാരണം വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അഷ്ഹദു എന്നത് നമ്മൾ വേറൊരു വാക്കല്ലല്ലോ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതൊരു വാക്കല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ് എന്ത് ചെയ്യണത്? സാക്ഷ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അത്രത്തോളം
ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയുടെ ഒരു ഭാഗമാണേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അനുസരണം, അവിടുന്ന് ആദരിക്കൽ, ബഹുമാനിക്കൽ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് മരിക്കാൻ എന്ത് പറഞ്ഞിട്ടില്ല? ഇസ്ലാം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത് മരിച്ചോളിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണനേരത്ത് വന്നുകാണ്ട് ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും, വെള്ളം തരും, അല്ലെങ്കിൽ കാവൽ തരും എന്ന് ഈ ഷഹാദത്ത് പഠിപ്പിച്ച ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഓരോരുത്തരും ആലോചിക്കണം. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനമുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഇസ്ലാം കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇനി ഖൈറുൽ ഖുറൂൻ എടുക്കുക, ഉത്തമ തലമുറ. ഈ ഉത്തമ തലമുറയ്ക്ക് ഇസ്ലാം കൊടുത്ത ശ്രേഷ്ഠത എത്രയാണ്? അപ്പോൾ അവരെ സ്നേഹിച്ചാലും അവരെ അനുസരിച്ചാലും അവരിൽ വിശ്വസിച്ചാലും ഇസ്ലാം കിട്ടുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ കിട്ടാനല്ല ഈ വിശ്വാസം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കെ ഈ മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഒരു CM മടവൂരിനെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാജ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവർ കാവലിനെത്തും, രക്ഷക്കെത്തും എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ നമുക്ക് നല്ല മരണം നൽകുന്നൊക്കെ പറയുമ്പോൾ ഇവർ ഏത് ഇസ്ലാമിന് ശരിക്കും പഠിച്ചത്? അതുകൂടി സമൂഹം ഒന്ന് അറിയണം. കാരണം ഒരു വിശ്വാസിയുടെ അവൻ്റെ ജീവിതവും മരണ സന്ദർഭവും എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കേട്ട് പരിചയമുള്ള ആയത്താണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. ഒരു വിഭാഗത്തെ പറ്റി പറയുകയാണ്, ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞവർ. അപ്പോൾ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ച ഒരാൾ. അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, സുമ്മസ്തഖാമു എന്നാണ് പറഞ്ഞത്. കർമ്മം കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും എല്ലാ നിലക്കും ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന ഒരാൾ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? അവരുടെ മേൽ ഔലിയാക്കൾ അർവാഹ് വരും, അല്ലെങ്കിൽ തതനസ്സലു അലൈഹിമുൽ ഔലിയാ എന്നല്ല പറഞ്ഞത്. ഇയാൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ആയത്ത് കാണേണ്ടത്. തതനസ്സലു അലൈഹിമുൽ മലായിക. ഇത് ഖുർആൻ ആവർത്തിച്ച് അള്ളാൻ്റെ മലക്കുകൾ അവർക്ക് മേൽ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്നതാണ്, അള്ളാൻ്റെ മലക്കുകൾ. എന്നിട്ട് ആ മലക്കുകൾ വന്നിട്ട് പറയും, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, സന്തോഷിച്ചു കൊള്ളുക, സമാധാനമുണ്ട്, നിങ്ങൾക്ക് എന്താഗ്രഹിക്കുന്നു അതൊക്കെയുണ്ട്. എന്താണ് സൂറത്ത് പിന്നെ സുമറിൽ പിന്നെ ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രീതി എത്രയാണ്, എത്ര സൗന്ദര്യമാണ് അതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകളും ഒക്കെ ഉണ്ടായി. ഇത് ഇത്ര പച്ച വ്യക്തമായിരിക്കെ ഇവർ പറയുന്ന കാര്യമാണെന്ത്? മരിക്കുന്ന നേരത്ത് CM മടവൂരിനെ സ്നേഹിച്ചാൽ അത് കിട്ടും. ഇത് പ്രസംഗത്തിൽ മാത്രമാണ് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഈ പുസ്തകം പുറപ്പെട്ടു പോക്കിൻ്റെ പൊരുളുകൾ, ഇത് CM മടവൂരിൻ്റെ നമ്പർ 1 ഖാദിമായിരുന്നു. ഇയാളെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഖാദിമികൾ ഏറ്റവും മുൻനിരയിലുള്ള ഖാദിമായ ഷാവുൽ ഹമീദ് ബാക്കവി ശാന്തപുരം, അയാളെ ജീവചരിത്രമാണ്. ഇതിൻ്റെ അവതാരികയാണെങ്കിലോ കാന്തപുരത്തിൻ്റെ മകനുമാണ്. 2 ആൾ അവതാരിക ഇതിനുണ്ട്. ഈ പുസ്തകം എല്ലാ നിലക്കും ഓക്കെയാണ്. ഇതിൻ്റെ 173-ാമത്തെ പേജിൽ ഈ ഖാദിമ് മരിച്ച രംഗം പറഞ്ഞു തരികയാണ്. മൂപ്പര് പറയാണ്, അത് കണ്ട ആൾക്കാർ പറയാണ്, അതായത് കൂടെയുള്ള മകനോട് വുളു ചെയ്തു വരാൻ പറഞ്ഞു. ശേഷം പരിസരത്തുള്ള രോഗികളും കൂടിയിരിപ്പുകാരും എല്ലാം കേൾക്കുന്ന വിധത്തിൽ ഉച്ചത്തിൽ ഉരുവിട്ടു, യാ ഷെയ്ഖ് മടവൂർ. വളരെ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്, മരിക്കുന്ന നിമിഷമാണ്. ഇയാൾ ചുറ്റിലുമുള്ള എല്ലാവരും കേൾക്കുക, യാ ഷെയ്ഖ് മടവൂർ എന്ന് ഇയാൾ വിളിച്ചു. തീർന്നില്ല, യാ റസൂലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അവസാനത്തെ വാക്കായിരുന്നു ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടെ റൂഹ് നാഥനിലേക്ക് യാത്രയായിരുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്കല്ലേ, പിന്നെ ഇപ്പോൾ എന്താ വിമർശിക്കുക. അപ്പോൾ ഇതിന് വിശദീകരണമുണ്ട്, അത് പ്രസംഗത്തിൽ കാണാം. അതായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരെ പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? യാ ഷെയ്ഖ് മടവൂർന്ന് വിളിച്ചുകൊണ്ടാണ്. ഇതിലാരാ വലുതപ്പോൾ? അല്ല, ഇവർക്ക് ആരോടുള്ള സ്നേഹം വലുത്? അള്ളാൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ CM മടവൂരിനോടുള്ള സ്നേഹം മരണനേരത്ത് പ്രകടിപ്പിക്കണം എന്നാണ് ഈ പൗരോഹിത്യം പഠിപ്പിക്കണത്. ഇതെന്ത് ഇസ്ലാമാ? ഇതെങ്ങനെ ഇസ്ലാമാകുക? അപ്പോൾ ഇത്രയും ഇരുണ്ട കറുത്ത ആശയം ജനങ്ങളെ കേൾക്കെ ഇവരിങ്ങനെ വിളിച്ചു. ഒരു മടി അതിനില്ല, ഒരു മടിയില്ല. എന്നിട്ട് ഇവരിങ്ങനെ ആളുകളെ കരയിപ്പിക്കാനും സുഖിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മരിക്കണ്ടേ ഇങ്ങനെ മരിക്കണ്ടേ എന്ന് പറയുകയും ചെയ്യും. ഇനി ഇവിടെ രസം എന്താ അറിയോ? ഇവിടെ മൂപ്പര് ഇപ്പോൾ ഓതിയ ആയത്തുകൂടി ഉണ്ട്. അതായത് ഇതിന് തെളിവായിട്ട് എന്ത് ചെയ്തു? പിന്നെ ഇയാൾ സൂറത്ത് ആൽ ഇംറാനിലെ പിന്നെ വതവഫന മഅൽ അബ്റാർ, പുണ്യവാളന്മാരോടൊപ്പം ഞങ്ങളെ മരിപ്പിക്കണേ എന്ന
ആയത്ത്, ഈ ആയത്ത് ഓതിയിട്ട് ആ അബ്റാർ വതവഫന മഅൽ അബ്റാർ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് പുണ്യവാളന്മാർ നമ്മുടെ അടുത്ത് വന്നിട്ട് സന്നിഹിതരായിട്ട് നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും സഹായവും തന്നു പോകുന്നതാണ്. ശരിക്ക് സൂറത്ത് ആൽ ഇംറാനിലെ 193 ഈ ആയത്ത് ഇത് വളരെ മഹത്തായ ഒരു പ്രാർത്ഥനയാണ്. അതായത് നമ്മെ വിശ്വാസത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചതിനെ പറ്റിയും അതേപോലെ അള്ളാഹുലുള്ള വിശ്വാസത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കേട്ടോ. ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആത്തി, അതൊക്കെ അള്ളാഹിനോട്. ഏത് റബ്ബന എന്ന് വിളി അള്ളാഹിനോട്, ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്ന, പാപങ്ങൾ പുറത്തരനെ മായ്ച്ചരനെ, എല്ലാം അള്ളാഹിനോട്. എന്നിട്ട് വതവഫന മഅൽ അബ്റാർ, ഇത് ഔലിയാക്കളെ വരവാണ് അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ വരവാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഇവർക്ക് അള്ളാഹുവിൻ്റെ കലാമിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന രീതി പോലുമില്ല. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വെച്ചിട്ട് വഫാത്തിൻ്റെ നേരത്തോ അല്ലാത്തപ്പോഴോ പറഞ്ഞോ? ഇത് മുൻഗാമികളായ അമ്പിയാക്കളൊക്കെ മരണനേരത്ത് വന്നു കിട്ടാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന ആയത്താണ് പറഞ്ഞു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേള കണ്ടിട്ട് സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയോ? സ്വഹാബത്തിൽ അറിയപ്പെട്ട മുഫസ്സിറുകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചോ? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചോ? ഇല്ല. അപ്പോൾ ആയത്തിൽ കണ്ടത് വതവഫന മഅൽ അബ്റാർ എന്ന് കണ്ടപ്പോൾ തന്നെ അബ്റാറുകൾ വരികയാണ്, ഹാജറാകുകയാണ്, സന്നിഹിതരാകുകയാണ് എന്നാണ് വ്യാഖ്യാനിക്കുക. ആ മഅയ്യത്ത് എന്താണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഈമാനികമായ ശേഷി ഇവർക്കില്ല എന്നതുകൂടി എന്ത് ചെയ്യണം, പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പൗരോഹിത്യം, ഒരു പിന്നെ കടുത്ത അന്ധവിശ്വാസം, അതിനുള്ള വാതിൽ ഇസ്ലാം തുറന്നിട്ടില്ല. നമ്മുടെ മരണവും കാര്യങ്ങളും ഏത് രൂപത്തിലാകണം, ജീവിതം എങ്ങനെയാകണം, മരണശേഷം അതിലൂടെ ലഭിക്കാൻ പോകുന്ന കാര്യം എന്താണ്, അതിൽ ഒരംശം പോലും ചൂഷണമല്ല. അതായത് ഇതൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സെക്കൻഡ് പോലും എന്തായിട്ടില്ല, സ്വഹാബത്തിനെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പിൻപറ്റി പോകുന്നവരാണ് ഇവരെങ്കിൽ ഈ പൗരോഹിത്യത്തിൻ്റെ കുപ്പായം അഴിച്ചു വെക്കട്ടെ, സമൂഹത്തെ ഇവരുടെ കെണിയിൽ നിന്ന് അവർ മോചിപ്പിക്കട്ടെ എന്നാണ് നമുക്ക് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരോട് നമുക്ക് എല്ലാ കാലത്തും ചോദിക്കാനുള്ളതാണ് മുസ്ലിം ഉസ്താദ് സംസാരത്തിൽ പറഞ്ഞത്. ഇത് ആയത്താദ്യം കേട്ടത് നബിയാണ്, നബി സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടോ, സ്വഹാബത്ത് അങ്ങനെ ശീലിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്വഹാബി മരിക്കുന്ന സമയത്ത് നബിയെ വിളിക്കുകയോ നബി ഒന്നങ്ങളെ സഹായിച്ചതിൻ്റെ ഒരു കഥ പറയുകയോ ചെയ്ത സംഭവം പോലും നബിൻ്റെ കാലത്തുമില്ല. അപ്പോൾ അത് വളരെ അവരെ ശരിക്കും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് നമ്മുടെ സ്വഹാബത്താണ്, പിന്നെ സ്വഹാബത്തിനെ കഴിഞ്ഞാൽ താബിഉകളാണ്, തബഉ താബിഉകളാണ്. ഈ കാലത്തൊന്നും സംഭവിക്കാത്തൊരു കാര്യം ഇങ്ങേ തലയിൽ വന്നിട്ട് ഒരു ആയത്ത് ഓതിയിട്ട് ഒരാൾ അർത്ഥം വെച്ചാൽ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിം സമൂഹത്തിനില്ല. എന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, മരിക്കുന്ന നേരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണുള്ളത്. ഒരാളെ പരലോകത്തേക്ക് യാത്ര അയക്കാൻ സാധാരണഗതിയിൽ ഒരു വാപ്പ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയമാകുമ്പോൾ മക്കളൊക്കെ ടെൻഷൻ അനുഭവിച്ച് അല്ലെങ്കിൽ ഭാര്യയും മക്കളൊക്കെ ടെൻഷൻ അനുഭവിച്ച് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരിങ്ങനെ കരഞ്ഞ് അല്ലെങ്കിൽ കുറേ ഡോക്ടർമാർ അങ്ങോട്ട് വിളിച്ച് എന്തൊക്കെയോ ഭയങ്കര ടെൻഷനുള്ളൊരു സന്ദർഭമായത് മാറും. വെപ്രാളം കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കും. പക്ഷേ ശരിക്കും എന്താണ് അവിടെ ചെയ്ത് കൊടുക്കേണ്ടത്? ആ സമയം അവരെ യാത്ര അയക്കാൻ പോവുകയാണ്, ആ നേരത്ത് നല്ല വിഭവം കൊടുത്ത് അവരെ വിടാൻ പറ്റണം, വാപ്പാനും വല്യപ്പാനൊക്കെ. അപ്പോൾ ഒരു വിശ്വാസി ആ നേരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അയാളുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്തകൾ എന്താണ് എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഇവിടെ വിശ്വാസി മരിക്കുന്ന സമയത്ത് അവൻ്റെ ആഖിബത്ത് നന്നാകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതല്ലാതെ ജീവിതകാലം മുഴുവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിട്ട് അവസാനം ആഖിബത്ത് നന്നാക്കുക എന്നൊരു സംഭവം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യവും നന്നാകണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിശ്വാസം. ഇവിടെ മുസല സൂചിപ്പിച്ച പോലെ ഇവരുടെ വിശ്വാസം തന്നെ തകർക്കുന്ന ഒരവസ്ഥാവിശേഷം. ഈ മുസ്താഖ് അലിക്ക് പറഞ്ഞതുപോലെ മരിക്കുന്ന സമയത്താണ് ഒരാൾക്ക് പിന്നെയും എത്ര നിഷേധിയായും തോന്നിവാസായി നടന്നാലും നന്നാകാമായിരുന്നൊരു തോന്നലൊക്കെ വരുന്ന സമയം, അല്ലെങ്കിൽ പടച്ചവനിലേക്ക് അടുക്കണമെന്ന് തോന്നുന്ന സമയമാണ് മരിക്കാൻ കിടക്കുന്ന സമയത്തുള്ള സമയം. അവിടെ പോലും വിശ്വാസികളെ അവരുടെ വിശ്വാസ ചൂഷണം ചെയ്യണം. ഇത് ഇന്നും എന്തിനും തുടങ്ങിയതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു മുസ്ലിയാർ ആളുടെ പേര് പോലും എനിക്കറിയില്ല, പുതിയതായിട്ട് കണ്ടൊരു സാധനമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സാധാരണക്കാരായ ആളുകളെ വിശ്വസിച്ച് പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നിപ്പോൾ കുരുവട്ടുകാരുടെ കൂടെ വലിയ ആളായിട്ട് നടക്കണ നൗഷാദ് ഹസനി അന്ന് AP സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷകനായി മുഖാമുഖ നടക്കുന്ന സമയത്ത് ഈ മരണസമയത്ത് മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കലുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യവും അതിന് മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു.
അസമയത്ത് മരിച്ചു, ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, മുഹിയുദ്ദീൻ ശൈഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ശൈഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. അപ്പോൾ സംശയിക്കണ്ട, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മൊഹീദ്ദീൻ ഷെയ്ഖ് രക്ഷക്കെത്തും. അന്ന് മൊഹീദ്ദീൻ ഷെയ്ഖായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരാൾ. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ CM ആണ്, പുതിയ ആളാണ്. അന്നിപ്പോൾ CM ഇത്ര ഒരു പബ്ലിസിറ്റി ഇല്ലാത്തൊരു കാലമായതുകൊണ്ടാണ് ആൾക്കാർക്ക് CM അറിയില്ല, ഇവരും CM അറിയില്ല. ഇവിടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്, മരിക്കണ സമയത്ത് നമുക്ക് ഈ പറയപ്പെട്ട മൊഹീദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ CM അതല്ലെങ്കിൽ ആരുമല്ല നമ്മുടെ കൂടെ ഉണ്ടാകുക. നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മാത്രമാണ്. ആ കർമ്മങ്ങളെ കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന പേടിയാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരു വ്യക്തി മരിക്കണ സമയത്ത് അവൻ്റെ മനസ്സിൽ അവൻ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന പിന്നെ പ്രതീക്ഷയും അതോടൊപ്പം തന്നെ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നൊരു ഭയവും, രണ്ടും കൂടി റഹബത്തും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് നല്ല ചിന്ത അവനുണ്ടായിരിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് മരണസമയം നന്നാക്കാനുള്ള പണി എടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് പറഞ്ഞ വാചകങ്ങൾ നമുക്ക് ഹദീസിനെ ഗ്രന്ഥങ്ങൾ കാണാമല്ലോ. ആയിഷ ബീവിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല റഫീഖിൽ അഅല എന്നാണ് പറഞ്ഞത്. ഉന്നതനായ കൂട്ടുകാരിലേക്ക് ഞാനിതാ പോകുന്നു, അഥവാ അള്ളാഹുലേക്ക് ഞാൻ പോകുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. വിശ്വാസികളോട് പ്രാർത്ഥിക്കാനായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച എന്താ? തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണം, മരിച്ചു കഴിഞ്ഞാൽ എന്നെ സ്വാലികളുടെ കൂട്ടത്തിൽ ചേർക്കണം യാ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഒരുവൻ്റെ അവസാനത്തെ വാചകം എന്താകണം? മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ഓൻ സ്വർഗ്ഗത്തിൽ പോകുമെന്നുള്ള പറഞ്ഞത്. അതല്ലാതെ അവസാനത്തെ വാചകം CMA എന്നായാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അവസാന വാചകം മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നായാൽ സ്വർഗ്ഗത്തിൽ പോകുന്ന റസൂൽ പറഞ്ഞിട്ടില്ല. അവസാന വാചകം യാ സയ്യിദി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിളിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു ആകണം അവൻ്റെ അവസാനത്തെ വാചകം എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ, ആ മരണം നന്നാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇസ്തിഖാമത്തെ അടിയുറച്ച ജീവിതം ഉണ്ടായിരിക്കണം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് ആ യഥാർത്ഥമായ ഇസ്ലാമിൽ ഒരു സഹാബി വന്നിച്ചു, റസൂലേ പിന്നെ എനിക്ക് വേറെ ആരോടും എനിക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തൊരു കാര്യം താങ്കൾ എനിക്ക് പറഞ്ഞിടണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ആമന്തു ബില്ലാ ഫുമ്മസ്തഖീം. നീ ആമന്തു ബില്ലാ എന്ന് പറയണം, പിന്നെ അതിൽ അടിയുറച്ച് ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കും. അങ്ങനെ ഇസ്തിഖാമത്തിൽ നിലനിന്നാൽ അവന് മരിക്കുന്ന സമയത്ത് മരണം നന്നാക്കാൻ പിടിക്കും. രണ്ടാമത്തേത്, അള്ളാഹുവിനെക്കുറിച്ച് എപ്പോഴും നല്ല വിചാരം ഉണ്ടാകണം. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എൻ്റെ പാപങ്ങൾ പുറത്തു തരും എന്ന ഒരു വിശ്വാസത്തിൽ തിന്മകളിൽ നിന്നും അള്ളാഹു എന്നെ രക്ഷപ്പെട്ട് മോചിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾക്ക് സാധ്യമാകും. അതേപോലെ തന്നെ എപ്പോഴും തഖ്വ കാത്തു സൂക്ഷിക്കുക. അഥവാ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിന്ന് നന്മകൾ പരമാവധി ചെയ്തുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥാവിശേഷം നമ്മൾക്കുണ്ടാവുക. നാലാമതായി, ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തുക. ഏത് സന്ദർഭത്തിലും കളവ് പറയുന്ന, ആളുകളെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന അതൊന്നുമില്ലാതെ ജീവിതം സംശുദ്ധമാക്കിക്കൊണ്ട് സത്യസന്ധമായ രൂപത്തിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായി, ഇനി എന്തെങ്കിലും തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൗബ പെട്ടെന്നാക്കുക. പിന്നെ ആകട്ടെ എന്ന് ചിന്തിക്കാതെ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിടെ പെട്ടെന്ന് എടുത്തു പറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എപ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു രീതി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം മരിക്കുമ്പോൾ അവൻ്റെ മരണസമയം നന്നാക്കാൻ വേണ്ടി കഴിയും. ഇനി അങ്ങനെ മരിക്കുന്ന സമയത്ത് ചുറ്റുമിരിക്കുന്ന ആളുകളോട് പ്രവാചകൻ പറഞ്ഞു, എന്ത്? ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ചെവിയിൽ CMA എന്ന് വിളിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന റസൂൽ പറഞ്ഞിട്ടില്ല. ആ ചുറ്റുമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? ആ വ്യക്തിയുടെ ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കാനും വേണ്ടി പറഞ്ഞു കൊടുക്കുക. ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ സംസാരിക്കരുത്. വീണ്ടും എന്തെങ്കിലും മുരളുകയോ ശബ്ദമുണ്ടാക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുക, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ചുറ്റും നിന്നുകൊണ്ട് നല്ല സംസാരങ്ങൾ നടത്തുക, അനാവശ്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക, ശാപവാക്കുകൾ പറയാതിരിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചുറ്റും കൂടി ആൾക്കാർ ചെയ്യേണ്ടത്. ഈ രൂപത്തിലൊക്കെ ഒരു മരിക്കാൻ കിടക്കുന്ന വ്യക്തി അവൻ ചെയ്യേണ്ടത്, ചുറ്റുമുള്ളവർ ചെയ്യേണ്ടത്, മരിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ ചെയ്യേണ്ടത്, ഇതൊക്കെ റസൂൽ കൃത്യമായി പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും എന്ത് പറഞ്ഞിട്ടില്ല. CMനെ വിളിക്കാനും അല്ലെങ്കിൽ ഈ രൂപത്തിൽ മഹാന്മാരെ വിളിക്കാനും വേണ്ടി ഒന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് അത് ദീനല്ലാത്തത് കൊണ്ടാണ്.
എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അല്യവും അക്മൽത്തിലേക്കും ദീനിക്കും എന്ന ആയത്തോതി പറഞ്ഞല്ലോ, ഫമാലം യക്കൻ യൗമഇദിൻ ദീനൻ ഫലാ യക്കുൻ യൗമ ദീന. അന്ന് ദീനില്ലാത്തൊന്നും ദീനല്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ദീനിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. മാത്രവുമല്ല അത് ചെയ്താൽ നമ്മുടെ മരണത്തിന് ശേഷം പരലോകം നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്നുകൂടിയാണ് സാധാരണക്കാരെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ഏതായിരുന്നാലും മറ്റൊരു മരണസമയത്ത് നമ്മൾ ഇത്തരം തെറ്റായ പ്രചാരണങ്ങളിലോ വിശ്വാസങ്ങളിലോ പെട്ടുപോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ശരിയായ ദീനിനെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ.